വിഷ്ണുമായ ചാത്തനും മഹാദേവന്റെ മകനാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചാത്തനെ നമ്മളെല്ലാവരും ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തോ പണി കിട്ടും അങ്ങനത്തെ ഉള്ള രീതിയിലാണ്, പേടിയോട് കൂടിയിട്ടാണ് അവിടെ തൊഴുന്നേന്നുള്ളത്. പക്ഷെ പറയുന്നുണ്ട് പേടിയോടുകൂടി തൊഴേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല ഇത് മഹാദേവന്റെ പുത്രനാണ് എന്നുള്ളത്. അതിന്റെ ആ ഒരു സ്റ്റോറി എന്താ? ഇപ്പം വിഷ്ണുമായ എന്ന് പറയുന്ന പേര് പിൽക്കാലത്ത് ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ ചാത്തൻ എന്നാണ് വിളിക്കുന്നത്. ചാത്തന് പിന്നെ കിട്ടുന്ന പേരാണ് വിഷ്ണുമായ. അത് കുറച്ചുകൂടെ ഒന്ന് ബ്രാഹ്മണിക്കലായി പോയ പേരാണ് സത്യം പറഞ്ഞാൽ വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്നത്. അതിന്റെ കഥ ഇപ്പം എത്രയോ കാലം മുമ്പ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തനതായിട്ട് നിലനിന്നിരുന്ന ഒരു ആരാധനയായിരുന്നു ചാത്തന്റെ ആരാധന. കാരണം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരാധനാമൂർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് ചാത്തനായിരുന്നു, ഒന്ന് കാളിയായിരുന്നു, പിന്നെ നാഗദൈവങ്ങളെ നമ്മൾ ആരാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കാവ് സങ്കല്പമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ചാത്തൻ കാവുകളും ഭഗവതിയുടെ കാളിയുടെ കാവുകളും നാഗത്തിന്റെ കാവുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ക്ഷേത്രം എന്ന് പറയുന്ന ഒരു രീതി പിന്നീട് ഉണ്ടായി വരുന്നതാണ്. അതിന് നമുക്ക് ഇന്ന് നമ്മൾ ശാസ്താവ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വലിയ മൂർത്തി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹിനിയുടെയും മഹാദേവന്റെയും പുത്രനായിട്ടുണ്ടാവുന്ന ശാസ്താവ് എന്ന് പറയുന്ന മൂർത്തിയുടെ ഗ്രാമ്യവും വന്യവുമായിട്ടുള്ള ഭാഷാഭേദമാണ് ചാത്തൻ. ചാത്തൻ തന്നെയാണ് ശാസ്താവ്, ശാസ്താവ് തന്നെയാണ് ചാത്തൻ. ഞാൻ പറഞ്ഞതല്ല, ചിദാനന്ദപുരി സ്വാമി ഉൾപ്പെടെയുള്ള ഈ ധർമ്മത്തിന്റെ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ആചാര്യന്മാരുൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്.